നമ്മുടെ കുട്ടികൾ അമിതമായിട്ട് ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സ്ലീപ്പിനെ ബാധിക്കും, അവരുടെ ഹേർട്ടിനെ ബാധിക്കും, അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ ബാധിക്കും, അവരുടെ ഫ്യൂച്ചറിനെ തന്നെ ബാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതമുണ്ടോ? എനിക്കറിയാം, നിങ്ങൾക്കെന്നല്ല എനിക്ക് പോലും അത്ഭുതമില്ല. കാരണം ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ കേട്ടുവരുന്ന കാര്യങ്ങളാണ്. എന്നാൽ എന്നിട്ട് എന്തിനാണ് ഈ ഒരു വിഷയം ഇന്ന് സംസാരിക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ടോഡ്ലേഴ്സ്. അപ്പൊ അവർക്ക് എങ്ങനെയാണ് ഈ ഫോൺ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടാബ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റുക എന്നുള്ളതാണ്. പർട്ടിക്കുലർലി ഒരു സ്ക്രീൻ ടൈമിനെ പറ്റി അല്ല പറയുന്നത്, ഒരു ഫോണിനെ പറ്റിയും ടാബിനെ പറ്റി മാത്രമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ കുട്ടികൾ ഫോൺ നോക്കുന്ന സമയത്ത് അവർ വല്ലാതെ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ടായിരിക്കും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ കിടന്നുകൊണ്ട് നോക്കുവാണെങ്കിലും അല്ലെങ്കിൽ ഇരുന്നുകൊണ്ട് നോക്കുവാണെങ്കിലും ഒക്കെ അവരുടെ കണ്ണ് സ്ക്രീനുമായിട്ട് ഭയങ്കര അടുത്തായിരിക്കും ഇരിക്കുന്നത്. അവരുടെ കയ്യിൽ കുഞ്ഞു കൈ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ അകത്തി പിടിക്കാനൊന്നും പറ്റില്ല. അവരിങ്ങനെ അടുപ്പിച്ച് പിടിച്ചുകൊണ്ടായിരിക്കും നോക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുതിർന്ന ആളുകളെക്കാളും മുതിർന്ന അഡൽട്ടിനേക്കാളും 10 ഇരട്ടി റേഡിയേഷന് ആണ് കുട്ടികളുടെ തലച്ചോറിലേക്ക് ഓരോ ടൈമും ഫോൺ നോക്കുന്ന സമയത്ത് ആഴ്ന്നിറങ്ങുന്നത്. ഇതെങ്ങനെയാണ്? അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫോൺ ഇങ്ങനെ അടുപ്പിച്ച് പിടിക്കുന്ന അവസ്ഥ. കുട്ടികളുടെ ചെറിയ സ്കള്ളാണ്, ചെറിയ ഹെഡാണ്. അവരുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ബ്രെയിനിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റത്തെ 7 വർഷമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങൾ എന്ന് പറയുന്നത്. ബ്രെയിൻ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മില്യൺസ് ഓഫ് ന്യൂറോൺസ് ആണ് അറ്റ് എ ടൈം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി നടക്കുന്നുണ്ട്, പുതിയ പുതിയ കാര്യങ്ങൾ അവർ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൂണിങ് നടക്കുന്നുണ്ട്. അതായത് സെല്ലുകൾ എന്ന് പറയുന്ന ആവശ്യമില്ലാത്ത കോശങ്ങൾ നശിച്ചു പോകുന്നുണ്ട്. ഇപ്പം ഈ റേഡിയേഷൻ എന്ന് പറയുന്ന സംഭവമാണ് തലച്ചോറിലേക്ക് ഇങ്ങനെ ക്ലോസർ ലുക്കിൽ അവർ ചെയ്യുന്ന സമയത്ത് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അത് 10 ഇരട്ടി ആവുന്നതെന്ന് വെച്ചാൽ ഇവരുടെ സ്കള്ള്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞ് സ്കള്ളാണ്, കുഞ്ഞ് ഹെഡാണ്. ഈ കുഞ്ഞ് സ്കള്ള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ആൾക്കാർക്ക് അത് പ്രൊട്ടക്ഷൻ ആണ്. അത് നമ്മുടെ റേഡിയേഷൻസ് ഇപ്പൊ വരുന്നതിനെ തടയാൻ വേണ്ടി, ആ വേവ്സ് അങ്ങോട്ട് എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാനൊക്കെയാണ് സ്കള്ള് യൂസ് ചെയ്യുന്നത്. പക്ഷെ കുട്ടികൾക്ക് അതൊന്നും പറ്റില്ല. കാരണം സ്കള്ള് കുഞ്ഞായിരിക്കുമ്പോഴേക്കും ആ ഇന്റൻസിറ്റി അവിടെ ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല. അവരുടെ റേഡിയേഷൻ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് തലച്ചോറിലേക്ക് വരുന്നു. അപ്പോൾ ഈ പ്രൂണിംഗ് എന്ന് പറയുന്ന സംഭവം, അതായത് ആവശ്യമില്ലാത്ത സെല്ലുകൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ കൂടുന്നു. അതുപോലെ തന്നെ ബ്രെയിൻ ഡെവലപ്മെന്റിൽ ന്യൂറോൺസ് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതും ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഉണ്ടാവുന്നതും കുറയുന്നു. ഇത് കുട്ടിയുടെ വളർച്ചയെ വളരെയധികം ബാഡായിട്ട് ബാധിക്കുന്നു എന്നതാണ് ഒരു കാര്യം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമ്മുടെ കുട്ടികളുടെ ശരീരത്തിൽ മുതിർന്ന ആളുകളെക്കാളും വാട്ടർ കണ്ടന്റ് കൂടുതലാണ്. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് വെള്ളത്തിൽ കൂടെ വളരെയധികം ഫാസ്റ്റായി സഞ്ചരിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് വയർലെസ് ആയിട്ടുള്ള എനർജിയും കുട്ടികളുടെ ശരീരത്തിൽ കൂടെ വാട്ടർ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് പ്രവർത്തിക്കുകയും കുട്ടികളുടെ സെൽസിനെയും ടിഷ്യൂസിനെയും ഒക്കെ അത് ബാധിക്കുകയും ചെയ്യും. കുട്ടികൾ ആക്റ്റീവ് ആവാനും അവരുടെ വളർച്ചേനെയും ഏറ്റവും കൂടുതലായിട്ട് സഹായിക്കുന്നത് സ്റ്റെം സെൽസ് ആണ്. ഈ സ്റ്റെം സെൽസിന്റെ വളർച്ചേനെയാണ് ഈ പറയുന്ന റേഡിയേഷൻ ഹേർട്ട് ചെയ്യുന്നത്. ഈ റേഡിയേഷൻ എന്ന് പറയുന്നത് ഈ എനർജി ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഇവരുടെ സെൽസിലേക്ക് പോകുന്ന സമയത്ത് ഈ സ്റ്റെം സെൽസിനാണ് വൾണറബിൾ ആവുന്നത്. അവരാണ് അവിടെ സ്ലോ ആവുന്നത്. ഇതെല്ലാം റിയാലിറ്റി ആണ്. ഇതെല്ലാം സ്റ്റഡീസിൽ പറയുന്ന കാര്യങ്ങളാണ്. ഉറപ്പായിട്ടും ഇത് നമ്മൾ ഒരു ചെവിയിൽ കേട്ട് മറ്റൊരു ചെവിയിൽ കളയേണ്ട കാര്യമല്ല. പലപ്പോഴും പാരന്റ്സിന്റെ നിസ്സഹായ അവസ്ഥകളാണ് കുട്ടികളെ കൊണ്ട് ഫോൺ ഇങ്ങനെ നോക്കിപ്പിക്കുന്നത്. ശരിയാണ്, ചിലപ്പോൾ പാരന്റ്സിന് കുറച്ച് റെസ്റ്റ് ടൈം വേണ്ടി വരും. ചില സമയങ്ങളിൽ ഇവർക്ക് അടുക്കളയിൽ പോയിട്ട് എന്തെങ്കിലും പണിയെടുക്കേണ്ടി വരും. പക്ഷെ ഈ സമയങ്ങളിലൊക്കെ നമുക്ക് മറ്റുപകാരം എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, മറ്റെന്തെല്ലാം കാര്യങ്ങൾ കൂടെയാണ് കുട്ടികളെ എന്റർടൈൻ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഫോൺ എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ അല്ലാന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതും ഒരു 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്. ഞാൻ എപ്പോഴും 3 വയസ്സെന്ന് പറയുന്നത് 2നും 3നും ഇടയിൽ ഒരുപാട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. കുട്ടികൾക്കിടെ ഈ ഒരു വളർച്ച എന്ന് പറയുന്നത് ആ ഒരു ടൈമിലൊക്കെ പീക്ക് ടൈമാണ്. ആ ടൈമിലും ഈ ഫോണിന്റെ ഒക്കെ 2 വയസ്സായാലോ ഇനി ഒരു മണിക്കൂർ അങ്ങിരുന്ന് കണ്ടോട്ടെ എന്ന് പറയേണ്ട കാര്യമില്ല. ഒരു അരമണിക്കൂറൊക്കെ ആക്കി കുറയ്ക്കുക. അതുപോലെ തന്നെ ഏറ്റവും അടുത്ത് സ്ക്രീൻ ഫോണും അല്ലെങ്കിൽ ഒരു ടാബും കയ്യിൽ വെച്ച് കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പാരന്റ്സ് തന്നെ നോക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ചെറിയ കുട്ടികൾക്ക് സെൽഫോൺ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ് റേഡിയേഷൻസ് അവരുടെ തലച്ചോറിലേക്ക് എത്തുന്നത്, അതുപോലെ തന്നെ അത് എങ്ങനെയാണ് ബ്രെയിൻ ഡെവലപ്മെന്റിനെ ബാധിക്കുന്നത്, എന്തെല്ലാം കോശങ്ങളെയാണ് ബാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇനി അതൊന്നുമല്ലാതെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ പാരന്റ്സിന് കുറച്ച് റിലാക്സേഷൻ ആയിക്കോട്ടെ, കുറച്ചു നേരം കൂടെ എനിക്കൊന്ന് കിടന്നുറങ്ങണം എന്നൊക്കെ വിചാരിച്ച് കുട്ടികൾ എണീറ്റിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിലേക്ക് ഫോണൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കും. എന്തെങ്കിലും പാട്ടൊക്കെ കണ്ടോണ്ട് അവിടെ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബിൽ എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടോട്ടെ, അതിലെന്താ വലിയ പ്രശ്നമുള്ളത് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ എണീറ്റിക്കുന്ന വഴിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡോപ്പമിൻ ലെവല് വളരെ കൂടുതലായിരിക്കും. നമുക്കൊരു ഹൈ ലെവലായിട്ടുള്ള ഡോപ്പമിൻ അവിടെ റിസർവ് ചെയ്ത് നമ്മുടെ തലച്ചോറിൽ
ഉണ്ടാവും. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ടെക്നോളജിയിലേക്ക് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ടെക്നോളജിയാണ് ഡോപ്പമിനെ ഏറ്റവും കൂടുതൽ ഡിപ്ലീറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് ത്രൂ ഔട്ട് ഒരു ഡേയിൽ പിന്നെ അവരുടെ എനർജി കുറയാനും അവരുടെ സ്ലീപ്പ് ഉണ്ടാവാതിരിക്കാനും അവർ ഭയങ്കര ആംഗ്രി ആവാനും അവർ ക്രാങ്കി ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ ആദ്യം തന്നെ ഫോൺ എടുത്ത് നിങ്ങൾ കുട്ടികളുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചോളുക, നിങ്ങൾ തന്നെയാണ് കുട്ടികളുടെ ത്രൂ ഔട്ടുള്ള ഒരു ഡെയിലി ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റീസൺ അവിടെ കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്, കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തലച്ചോറിനെ പറ്റി പറഞ്ഞു, നമ്മളിപ്പോൾ അവരുടെ ബ്രെയിനിലെ ഡോപ്പമിനെ പറ്റിയും പറഞ്ഞു. അവർക്ക് ഹെൽത്ത് ഇഷ്യൂ എന്താണ് ഉണ്ടാകാൻ പോകുന്നത്, അവരുടെ സ്ലീപ്പിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്, അവരുടെ പഠനത്തിനെ ബാധിക്കുന്നുണ്ടോ? ഉണ്ട്, ഇതെല്ലാം ബാധിക്കുന്നുണ്ട്. കാരണം കുട്ടികൾ ഫോണിൽ കുറെ നേരം യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലെസ് മൂവ്മെന്റ് ആയിരിക്കും. അത് അവരുടെ ബ്ലഡ് പ്രഷറിനെ പ്രശ്നം ഉണ്ടാവുന്നു, അതുപോലെ തന്നെ ആങ്സൈറ്റി ഉണ്ടാക്കുന്നു, ഒട്ടും തന്നെ ക്ഷമ ഉണ്ടാവില്ല. പേഷ്യൻസ് കുറയുമ്പോഴേക്കും അവർക്ക് വാശി കൂടും. കുട്ടികളുടെ വാശിയാണ്, കുട്ടികൾ കരച്ചിലാണ്, കുട്ടികൾക്ക് ഉറക്കമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യേണ്ട കാര്യം, ഈ ഒരാഴ്ചയിൽ എന്റെ കുട്ടി എത്ര നേരം ഫോൺ കണ്ടിട്ടുണ്ട്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഫോണിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. സൂപ്പർവൈസ്ഡ് ആയിട്ടുള്ള ഫോണാണ് കൊടുക്കേണ്ട ആവശ്യം. ഇപ്പത്തെ ഉള്ള ഒരു കണക്ക് പ്രകാരം 3.5 മണിക്കൂർ വരെയാണ് 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വരെ TV ടൈം അല്ലെങ്കിൽ ഫോൺ ടൈം, സ്ക്രീൻ ടൈം എല്ലാം ഇതിൽ ഉൾപ്പെടും. അപ്പൊ നമ്മള് കുട്ടികളുടെ കൂടെ നമ്മൾ ഫോൺ നോക്കുമ്പോൾ കുട്ടികൾ ഇങ്ങനെ ജമ്പിങ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ മാറ്റി വെക്കാനുള്ള മര്യാദ നമ്മൾ ശരിക്കും കാണിക്കണം. അതുപോലെ തന്നെ നമ്മൾക്കൊരു പണിയുണ്ട്, അടുക്കളയിൽ പണിയുള്ള ആളുകൾ, ശരിക്കും അമ്മമാരുടെ അവസ്ഥകൾ അങ്ങനെയൊക്കെ. കുട്ടികൾക്ക് 12 മണിക്കൂറും 13 മണിക്കൂറും ഉറക്കത്തിന്റെ ആവശ്യമുണ്ട്. ചെറിയ കുട്ടികൾ ഫോൺ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സ്ലീപ്പിംഗ് സെൽസിനെയും ബാധിക്കും, അവർക്ക് ഉറങ്ങാൻ പറ്റില്ല, രാവിലെ കിടന്നുറങ്ങാൻ പറ്റില്ല, രാത്രിക്ക് ഉറങ്ങാൻ പറ്റില്ല. അതെന്താണ്, നമ്മളെയും ബാധിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, കുട്ടികൾക്ക് ഉറക്കമില്ലെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. പലപ്പോഴും രാവിലെയൊക്കെ കുട്ടികളൊന്നും ഉറങ്ങുന്ന സമയത്തായിരിക്കും പല അമ്മമാരും പണിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ലെന്നത്. അപ്പൊ നമ്മൾ തന്നെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് പറയുകയാണ് ഞാൻ. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഇതിൽ ഏത് കാര്യമാണ് നിങ്ങൾക്ക് ഒരു പുതുതായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരുന്നു എന്ന് തോന്നുന്നത്, അതൊന്ന് കമന്റ് ബോക്സിൽ പറയാം. ഇനി ഇതുപോലെ തന്നെ കുട്ടികൾക്ക് നിങ്ങൾ ഫോൺ കൊടുക്കാറുണ്ടോ, അല്ലെങ്കിൽ അത് എത്ര നേരത്തേക്കാണ് കൊടുക്കാറ്? ഇനി അഥവാ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ